രാവിലെ ഒരു 11 മണിയായപ്പോൾ സുഭദ്രയെ കൂട്ടാൻ കേശവും മീനുവും എത്തി. ജാനി നേരത്തെ പോയിരുന്നു. സുഭദ്ര വേഗം വീടും പൂട്ടിയിറങ്ങി. കുറെ നേരമായോ സുഭദ്രാമ്മ കാത്തുനിൽക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി, അതാ വരാൻ താമസിച്ചത്. കേശവ് സുഭദ്ര വണ്ടിയിലേക്ക് കയറിയതും ചോദിച്ചു. ഹേയ്, അതൊന്നും കുഴപ്പമില്ല. എത്ര മണിക്കെത്താനാ അവര് പറഞ്ഞേക്കുന്നേ? സമയം വല്ലതും തന്നിട്ടുണ്ടോ? ആ, 1 മണിക്കെത്താനാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറത്തെ ഓട്ടമുണ്ട്. നല്ല പേരുകേട്ട ജോത്സന. ആദിയുടെയും ജാനിമോളുടെയും ജാതകം അവിടുന്നാ നോക്കിപ്പിച്ച്. മീനുവാണ് സുഭദ്രയ്ക്ക് ഉത്തരം നൽകിയത്. അത് നന്നായി. എല്ലാം ചോദിച്ചറിയാലോ. 12:30 കഴിഞ്ഞപ്പോഴാണ് അവരവിടെ എത്തിയത്. അകത്തേക്ക് കയറിയതും കണ്ടത് ഒരു നീണ്ട ഹാളാണ്. ഇരുവശത്തും കുറെ ബെഞ്ചുകളും ചെയറുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അവരോട് ഇരിക്കാനായി പറഞ്ഞിട്ട് ഒരാൾ അകത്തേക്ക് കയറിപ്പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് വിളിച്ചു. ഇരിക്കൂ. ജോത്സ്യൻ പറഞ്ഞതും അവരവിടെയുള്ള ചെയറിലേക്കിരുന്നു. മക്കളുടെ കല്യാണത്തിന്റെയും നിശ്ചയത്തിന്റെയും ഡേറ്റ് നോക്കാനാണ് ഞങ്ങൾ രാവിലെ വിളിച്ചിരുന്നു. കേശവ് അയാൾക്ക് ജാതകം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇവരുടെ ജാതകം ഇവിടുന്നല്ലേ നോക്കിയത്? നല്ല പൊരുത്തമാണ് രണ്ടുപേർക്കും. അതും പറഞ്ഞ അയാൾ കവടി നിരത്തി. ഈ വരുന്ന തിങ്കൾ നല്ല ദിവസമാണ് നിശ്ചയത്തിന്. പിന്നെ കല്യാണത്തിന് ഉത്തമമായി തോന്നുന്നത് അടുത്ത മാസം 4-ാം തീയതിയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് 6 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കാം. ജോത്സ്യന്റെ ചോദ്യം കേട്ടതും അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തി. അടുത്ത മാസത്തെ ഡേറ്റ് എടുക്കാൻ തിരുമേനി. 6 മാസം എന്നത് വല്ലാതെ നീണ്ടുപോകും. സുഭദ്രയാണ് ഉത്തരം നൽകിയത്. വന്ന കാര്യം ശുഭമായി നടന്നതിനാൽ മൂവരും മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. അവിടുന്ന് ഇറങ്ങുന്ന വഴി കേശവ് ആദിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എന്നിട്ടവർ നേരെ ധ്വനിയിലേക്ക് ആണ് പോയത്. മോഡേൺ രീതിയിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ച ഇരുനില വീടാണ് ആദിയുടേത്. സുഭദ്രയ്ക്ക് അവിടെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കുറെ നേരം അവിടെ ചിലവഴിച്ച ശേഷമാണ് സുഭദ്ര അവിടുന്ന് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് ആദിയുടെ ക്ലാസ്. ആദി വരുന്നതും നോക്കി എല്ലാവരും ഇരിക്കുകയാണ്. ഒരുവിധം എല്ലാവരിലും ടെൻഷൻ നിറഞ്ഞു കാണാം. എന്നാൽ സിതാര മാത്രം മുഖത്ത് പുച്ഛമാവോളം വാരി വിതറിയിരിക്കുന്നുണ്ട്. അത് കാണുമ്പോഴേ അമ്മുവിനും വിച്ചുവിനും വിറഞ്ഞു കയറും. ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ലാത്തതിനാൽ അവർ സംയമനം പാലിച്ചു. കുറച്ചു കഴിഞ്ഞതും ആദി കയറി വന്നു. കയ്യിലൊരു കെട്ട് പേപ്പേഴ്സ് ഉണ്ട്. അത് ആൻസർ ഷീറ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലായി. എന്നത്തേതിലും ഗൗരവം ഇന്ന് ആ മുഖത്ത് നിറഞ്ഞു നിന്നു. അവൻ കയ്യിലെ കെട്ട് ഒരു ഊക്കോടെ ഡെസ്കിലേക്കിട്ടു. എന്നിട്ട് ക്ലാസ് ലീഡറോട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും പേപ്പർ കിട്ടിക്കഴിഞ്ഞതും അവൻ ഓരോരുത്തരുടെയും മുഖത്തോടുകൂടി കണ്ണോടിച്ചു. എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയവർ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആദ്യം അത് പറഞ്ഞതും സിതാര ചാടി എഴുന്നേറ്റു. കൺഗ്രാറ്റ്സ് സിതാര, വെൽ ഡൺ. ആദ്യം അവളോട് ഇരിക്കാനായി കൈകാട്ടി. 10-36 സ്റ്റുഡൻസ് ഉള്ള ഈ ക്ലാസ്സിൽ ആകെ വിരലിൽ എണ്ണാവുന്ന 4-5 പേർക്ക് മാത്രമേ 20 മാർക്കിന് മേലെ കിട്ടിയിട്ടുള്ളൂ. നിങ്ങളൊക്കെ എന്തിനു വരുന്നതാ? ഓരോ നിമിഷം കഴിയുന്തോറും അവന്റെ ശബ്ദത്തിന് മൂർച്ചയേറി വന്നുകൊണ്ടിരുന്നു. അവന്റെ മുഖത്ത് കോപം നിറഞ്ഞു. ഇനി 12 മാർക്കിൽ താഴെയുള്ളവർ എഴുന്നേറ്റ് നിൽക്ക്. അവൻ ആജ്ഞാപിച്ചതും ജാനിയും അമ്മുവും വേറെ 3 സ്റ്റുഡൻസും കൂടി എഴുന്നേറ്റ് നിന്നു. വിച്ചു അവരെ ദയനീയമായി നോക്കി. എല്ലാവരും തലയും താഴ്ത്തിയാണ് നിൽപ്പ്. ആരും അവന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറായില്ല. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ആദ്യം അവരെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്തുദ്ദേശിച്ചാ പഠിക്കാൻ വരുന്നത്? ഞാൻ മുൻകൂട്ടി പറഞ്ഞതല്ലേ എക്സാമിന്റെ കാര്യം. ആണോന്ന്? നിങ്ങളൊക്കെ ആളെ പൊട്ടൻ കളിപ്പിക്കുവാണോ? ആദ്യം അവരെ നോക്കി കണ്ണുരുട്ടി. എല്ലാത്തിൻ്റെയും മുഖമിപ്പോൾ കരയുമെന്ന വണ്ണമായിരുന്നു. എന്നാലും നിർത്താൻ ഉദ്ദേശമില്ലാത്തതുപോലെ അവൻ തുടർന്നു. ഞാനൊരു കാര്യം പഠിച്ചിട്ട് വരാൻ പറഞ്ഞാൽ അത് അനുസരിക്കണം. അല്ലാതെ വെറുതെ ആർക്കോ വേണ്ടി വന്നിട്ട് എൻ്റെ ക്ലാസ്സിലിരിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഞാൻ പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലേക്ക് കയറുന്നുണ്ടോ? അതോ ഞാനിവിടെ കിടന്ന് വെറുതെ ചിലയ്ക്കുന്നതാണോ? ആദിയുടെ ദേഷ്യം ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. അതിൻ്റെ പ്രതിഫലനമായി അവൻ്റെ നെറ്റിയിലെയും കഴുത്തിലെയും ഞരമ്പുകൾ പിടച്ചു കയറി. അവൻ ദേഷ്യം ശമിപ്പിക്കാൻ എന്നോണം കൈകൾ നെഞ്ചിലേക്ക് പിണച്ചു കെട്ടി ഡെസ്കിലേക്ക് ചാരി നിന്നു. അവൻ ശ്വാസം ഒന്നാഞ്ഞു വലിച്ചുവിട്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്ന 5 പേരിലേക്കും നോട്ടം എത്തിച്ചു. ഒരു കാര്യം ചെയ്യ്. നാളെ വരുമ്പോൾ എക്സാം ഇട്ട എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഒരു 50 വട്ടം എംപോസിഷൻ എഴുത്. അതുമാത്രമല്ല, നാളെ നിങ്ങൾക്ക് മാത്രമായി ഞാൻ ഇനിയും ഒരു എക്സാം കൂടി ഇടും. അതിൽ 20 എബവ് മാർക്ക് എല്ലാവരുടെ ആൻസർ ഷീറ്റിലും കണ്ടിരിക്കണം.
ആദി ഒരു താക്കീതോടുകൂടി പറഞ്ഞു നിർത്തി. എല്ലാവരെയും ഒന്നുകൂടി ദേഷ്യത്തോടെ നോക്കി അവരോട് ഇരിക്കാനായി പറഞ്ഞു. അവർ 5 പേരും ഇന്നത്തെ കോട്ട കഴിഞ്ഞു എന്ന ആശ്വാസത്തിലിരുന്നു. ആദി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആദിയുടെ ക്ലാസ് കഴിഞ്ഞതും വിച്ചു ഓടിപ്പോയി അമ്മുവിൻ്റെയും ജാനിയുടെയും അടുത്തേക്ക് പോയിരുന്നു. എന്നിട്ട് അവൻ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു നോക്കി. അവർ ഇവൻ എന്ത് തേങ്ങയാ കാണിക്കുന്നേ എന്ന അർത്ഥത്തിൽ വിച്ചുവിനെ മിഴിച്ചു നോക്കുന്നുണ്ട്. അല്ല, വല്ല പരിക്കും പറ്റിയൊന്ന് നോക്കിയതാ, അമ്മാതിരിയല്ലേ ആദിസാറിട്ട് പെരുമാറിയേ, വിച്ചു ഇളിച്ചോണ്ട് പറഞ്ഞു. നീ പോടാ പട്ടി, കൂടെ നിന്ന് ഒറ്റിയതും പോരാ, എന്നിട്ടവൻ കളിയാക്കാൻ വന്നേക്കുന്നു. ജാനിയുടെ വകയായിരുന്നു ആ ഡയലോഗ്. അവളുടെ പറച്ചിലിൽ അവനൊന്ന് പ്ലിങ്ങി. അമ്മു ആകട്ടെ വേറൊന്നും പറയാൻ നിൽക്കാതെ അവൻ്റെ നടുമ്പുറം നോക്കി ഒന്നങ്ങ് കൊടുത്തു. അതോടുകൂടി ചെക്കൻ ഡീസൻ്റായി അവരോട് താങ്ക്സും പറഞ്ഞ് അവൻ്റെ സ്ഥലത്ത് പോയിരുന്നു. മോളെ ജാനൂട്ടി, ഞങ്ങൾ ജോൾസിനെ കണ്ട് ഡേറ്റൊക്കെ ഉറപ്പിച്ചു. ഈ തിങ്കളാഴ്ചയാണ് നിശ്ചയം. കല്യാണം അടുത്ത മാസം 4-ന് നടത്താമെന്നാണ് തീരുമാനിച്ചേക്കുന്നേ. ചായ കുടിച്ചുകൊണ്ടിരുന്ന ജാനിയുടെ അടുത്ത് വന്ന് മുത്തശ്ശി അത് പറഞ്ഞതും കുടിച്ചുകൊണ്ടിരുന്ന ചായ അവളുടെ തരിപ്പിൽ കയറി. അവൾ കിടന്ന് ചുമയ്ക്കാൻ തുടങ്ങി. കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. മുത്തശ്ശി വേഗം വന്ന് ജാനിയുടെ തലയിൽ തട്ടിക്കൊടുത്തു. കുറച്ച് ഭേദമായി എന്ന് തോന്നിയതും അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. നോക്കി കുടിക്കേണ്ടേ മോളെ, സുഭദ്ര അവളെ ശ്വാസിച്ചു. ഇത്ര പെട്ടെന്ന് കല്യാണമോ? നിശ്ചയം കഴിഞ്ഞ് 2 ആഴ്ച തികച്ചില്ലല്ലോ മുത്തു കല്യാണത്തിന്. ഇത്രയും നേരത്തെ കല്യാണം വെക്കേണ്ട മുത്തൂസേ, പ്ലീസ്, ജാനി കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും ശരിയാവില്ല ജാനി. വേറെ ഡേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ 6 മാസം കഴിഞ്ഞിട്ടാ. അത്രയും നാളൊന്നും വെച്ച് താമസിക്കാൻ പറ്റില്ല. എൻ്റെയും ആദിമോൻ്റെ വീട്ടുകാരുടെയും താല്പര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഇനി നീ അതിൽ മുടക്കമൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ അവിടെ നിന്നിറങ്ങുമ്പോൾ തന്നെ മോനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു. അവനും സമ്മതമാണ്. അവളുടെ എതിർപ്പുകളെ സുഭദ്ര മുളയിലേ നുള്ളി. ജാനിയൊന്നും മൂളി. ഇത് പറയാൻ മാത്രമല്ല ഞാൻ വന്നത്. നാളെ നിശ്ചയത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ തീരുമാനിച്ചു. നാളെ നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ട് മുത്തു, അവൾ പറഞ്ഞു. നീ നാളെ ക്ലാസ് കഴിഞ്ഞ് ആദിമോൻ്റെ കൂടെ ടെക്സ്റ്റൈൽസിലേക്ക് പോന്നു. ഞങ്ങളെല്ലാവരും അപ്പോഴേക്കും അവിടേക്ക് എത്തിക്കോളാം. മുത്തശ്ശി പറഞ്ഞതും ജാനിയൊന്ന് ഞെട്ടി. ഞാൻ ആദിസാറിൻ്റെ ഒപ്പം വരണോ? ഇല്ല മുത്തു, ഞാൻ കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ജാനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓർക്കാനേ കൂടി കഴിയാത്തതുപോലെ മുത്തശ്ശിയോട് പറഞ്ഞു. നീ വന്നിട്ട് പോകാൻ നിന്നാൽ വല്ലാണ്ട് ലേറ്റ് ആകും മോളെ. വെറുതെ എന്തിനാ അവരെ മുഷിപ്പിക്കുന്നേ? അതുമല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്നല്ലേ വരുന്നേ. പിന്നെന്താ മോൻ്റെ ഒപ്പം വന്നാ? എന്നാലും മുത്തു, അവൾ വീണ്ടും ഓരോ ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഒരെന്നാലുമില്ല. എല്ലാം ആദിമോനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ വൈകുന്നേരം നിന്നെ കൂട്ടിക്കോളും. അതും പറഞ്ഞ് സുഭദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ജാനി അവളുടെ കട്ടിലിലേക്ക് പോയി വീണു. ഷോ, ഇതുവരെ അങ്ങേരുടെ മുഖത്തേക്ക് പോലും മനുഷ്യന് നേരെ ചൊവ്വേ നോക്കാൻ പറ്റിയിട്ടില്ല. പറ്റാത്തതല്ല, പേടിച്ചിട്ടു കൂടിയാണ്. ഞാനാണ് നാളെ ആദിസാറിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് കാറിൽ പോകേണ്ടത്. വേറെ ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടായില്ലായിരുന്നു. മിക്കവാറും ഞാൻ നാളെ പേടിച്ച് വിറച്ച് ചാവും. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ ചാടി എഴുന്നേറ്റ് കലണ്ടർ നോക്കി. ദൈവമേ, ഇന്ന് 18 ഇനി 16 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്. ഇത്രയും പെട്ടെന്ന് കല്യാണം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഓരോന്നും ആലോചിച്ച് കിടന്നപ്പോഴാണ് അവൾക്കിന്ന് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നത്. ഷോ, എന്നെ അങ്ങ് കൊല്ല്. ഇതിപ്പോൾ കൂനിന്മേ കുരു എന്ന് പറഞ്ഞതുപോലെ ഓരോന്നും ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ തലയിലേക്കാണല്ലോ വരുന്നത്. എനിക്ക് മാത്രം എന്താണോ ഇങ്ങനെ? ഇപ്പോഴെങ്കിലും ഇമ്പോസിഷൻ്റെ കാര്യം ഓർത്തത് നന്നായി. ഇതെഴുതിയിട്ട് വേണം എക്സാമിന് പഠിക്കാൻ. അതും ആലോചിച്ച് അവളെ വേഗം എംപോസിഷൻ എഴുതാൻ തുടങ്ങി. 12 മണിയായിരുന്നു അവൾ എംപോസിഷൻ എഴുതി കഴിഞ്ഞപ്പോഴേക്കും. അതും കൂടി കഴിഞ്ഞവൾ എക്സാമിനുള്ളതും കൂടി പഠിച്ചു. സമയം 2 മണി കഴിഞ്ഞിരുന്നു. ഉറക്കം കണ്ണുകളിൽ വന്ന് മൂടിയപ്പോൾ ജാനി ടേബിളിൽ തന്നെ തലവെച്ച് കിടന്നുറങ്ങിപ്പോയി. ആദിയുടെ പീരീഡിലിരുന്ന് എക്സാം എഴുതുകയാണ് ജാനിയും കൂട്ടരും. പഠിച്ചിട്ട് വന്നതുകൊണ്ട് അവൾക്ക് വലിയ വിഷമമായി തോന്നിയില്ല. എംപോസിഷൻ കാണിക്കാൻ പോയപ്പോൾ ആദി അവളെ ഒന്ന് നോക്കിയിരുന്നു. എന്നാൽ നമ്മുടെ ജാനിക്കൊച്ച് അതിന് വലിയ മൈൻഡ് കൊടുത്തിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ആദിയോടൊപ്പം ഒരുമിച്ച് പോകുന്നതിനെക്കുറിച്ച് ഓർത്തും പിന്നെ എംപോസിഷൻ തന്നതിൻ്റെയും ഒരു കുഞ്ഞു പരിഭവം. ലാസ്റ്റ് പീരീഡായിരുന്നു ആദിയുടേത്. ആദ്യമേ ഇന്നത്തെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എക്സാം ഇട്ടത്. അതിനാൽ തന്നെ എക്സാം കഴിഞ്ഞതും സ്റ്റുഡൻസിന് ബ്രേക്ക് കൊടുത്ത് അവൻ അവിടെ ഇരുന്ന് തന്നെ ആൻസർ ഷീറ്റ് നോക്കി.
പ്രതീക്ഷിച്ചതുപോലെ തന്നെ 5 പേരും 20-ന് മേലെ മാർക്സ് വാങ്ങിയിരുന്നു. അവരെ വിളിച്ചവൻ പേപ്പർ കൊടുത്തു. കൂട്ടത്തിൽ കുറച്ച് ഉപദേശങ്ങളും. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു. ജാൻവി. ആദിയുടെ വിളി കേട്ടതും ജാനിയടക്കം എല്ലാവരും അവനെ നോക്കി. ബാക്ക് പാക്ക് എടുത്തിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വാ. അതും പറഞ്ഞിട്ട് അവൻ പോയി. സ്റ്റുഡൻസ് എല്ലാം അവളെ സംശയഭാവത്തിലൊന്ന് നോക്കി. സിതാര അവളെ കണ്ണു കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. ജാനി ആരെയും നോക്കാതെ ബുക്സൊക്കെ ബാഗിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴേക്കും ഒരുവിധം സ്റ്റുഡൻസൊക്കെ പോയിരുന്നു. നിന്നെ എന്തിനാ ആദി സാർ വിളിച്ചത്? പുറത്തെ വരാന്തയിലൂടെ നടക്കുന്നതിനിടെ വിച്ചു ചോദിച്ചു. ഓ, നിങ്ങളോട് ഞാനത് പറഞ്ഞില്ലേ? എൻ്റെ നിശ്ചയത്തിൻ്റെ ഡേറ്റ് ഉറപ്പിച്ചടാ, കല്യാണവും. അവൾ നെറ്റിക്കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നത്തേക്ക്? രണ്ടുപേരും ഒരേപോലെ ചോദിച്ചു. നിശ്ചയം മൺഡേ, പിന്നെ കല്യാണം അടുത്ത മാസം 4-ന്. ഇത്ര നേരത്തെയോ? രണ്ടിൻ്റെയും കണ്ണൊന്നു മിഴിഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു നോക്കി. പക്ഷേ ഈ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞേ ഉള്ളൂ എന്നാ പറയുന്നേ. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. അതിനെന്നോട് ആദിസാറിൻ്റെ ഒപ്പം അങ്ങോട്ടേക്ക് ചെല്ലാനാ പറഞ്ഞേ. ആഹാ, കോളടിച്ചല്ലോ. അങ്ങനെ ഒറ്റയ്ക്ക് ആദിസാറിൻ്റെ ഒപ്പം പോകുവാണല്ലേ? വിച്ചു ഒറ്റക്കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. ദേ വിച്ചു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിപ്പോൾ തട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ നടക്കുന്നേ. അപ്പോഴാ അവൻ്റെ ഒരു... ജാനി അവനെ നോക്കി പേടിപ്പിച്ചു. അതിന് നീ എന്തിനാ ജാനി ഇങ്ങനെ പേടിക്കുന്നേ? എന്തായാലും നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടതല്ലേ? നീ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി 3 ആഴ്ച തികച്ചില്ല കല്യാണത്തിന്. അപ്പോഴേ നീ ഇങ്ങനെ പേടിക്കുവാണെങ്കിൽ കല്യാണത്തിന് നീ എന്തു ചെയ്യും? അമ്മു അവളോട് ചോദിച്ചു. എന്നിട്ടും ജാനിയുടെ പേരിക്ക് ഒരു കുറവും വന്നില്ല. അപ്പോഴേക്കും അവർ സ്റ്റാഫ് റൂമിന് മുന്നിലെത്തിയിരുന്നു. അവർ ജാനിയോട് യാത്ര പറഞ്ഞിട്ട് പോയി. അവൾ വെറുതെ ഒന്ന് സ്റ്റാഫ് റൂമിലേക്ക് എത്തി നോക്കി. ആദി വേറെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. ജാനി നോക്കുന്നത് കണ്ടതും അവൻ അവളോട് 5 മിനിറ്റ് കൈകൊണ്ട് കാണിച്ചു. കുറച്ചു കഴിഞ്ഞതും ആദി അവൾക്കരികിലേക്ക്